നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. പാകിസ്ഥാനെ 61 റൺസിന് നിലംപരിശാക്കിക്കൊണ്ട് ഇന്ത്യ ലോകകപ്പിൻ്റെ സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കൊപ്പം MSK അതുപോലെ ഹാരിസ് തൻമറ. MSK, അപ്പോൾ റിവൽറി ഒന്നും ഇനി പറയണ്ട, ഇതൊക്കെ വൺ സൈഡ് ആയിപ്പോയി. തീർച്ചയായിട്ടും പക്ഷേ ഫസ്റ്റിലത്തെ പാകിസ്ഥാൻ്റെ ബോളിംഗ് പ്രകടനം കണ്ടപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം ഒരു 8-1 അല്ലെങ്കിൽ 8-7-2 എന്ന ലൈനിലേക്ക് വരുമെന്ന് വിചാരിച്ചിരുന്നു. കാരണം പാകിസ്ഥാൻ നന്നായിട്ട് പന്തെറിഞ്ഞു. നമ്മുടെ അഭിഷേക് ശർമ്മ 0 ഔട്ടാവുന്നു വൺസ് എഗെയിൻ തന്നെ പറയാം. കാരണം അഭിഷേക് ശർമ്മ കഴിഞ്ഞ ദിവസം നമ്മൾ ടാക്ടിക്സിൽ പറഞ്ഞിരുന്നു, അഭിഷേക് ശർമ്മയ്ക്കെതിരെ മുഹമ്മദ് ആമിർ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, ഈസ് ജസ്റ്റ് എ സ്ലോഗർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ബാറ്റിംഗ് ടെക്നിക്ക് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ ഷോട്ടുകളെ അദ്ദേഹത്തിനുള്ളൂ, സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കുക, വിക്കറ്റിൻ്റെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയെ പുറത്താക്കാൻ കഴിയും എന്ന രീതിയിലുള്ള കമൻറ്റുകൾ മുഹമ്മദ് ആമിർ പറഞ്ഞിരുന്നു. അതിനെതിരെ ഹർഭജൻ സിംഗ് എന്നാൽ നമുക്ക് കാണാം, അഭിഷേക് ഇന്ന് നിങ്ങളുടെ ബോളർമാരെ തല്ലി തകർക്കുന്നത് കാണാമെന്ന രീതിയിൽ മറുപടിയും പറഞ്ഞിരുന്നു. പക്ഷേ വൺസ് അഗെയിൻ അഭിഷേക് ശർമ്മ ഫെയിൽ ആവുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അഭിഷേക് ശർമ്മ, നമ്മളിപ്പോൾ സഞ്ജു സാംസന്റെ ഫോമിനെ കുറിച്ച് സഞ്ജു സാംസനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി PR ചെയ്യുന്നു എന്ന തരത്തിലുള്ള കമൻറ്റുകൾ പലപ്പോഴും വരാറുണ്ട്. പക്ഷേ നമ്മൾ ഫാക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയുടെ ഇന്നിങ്സുകൾ മുഹമ്മദ് ആമിർ പറഞ്ഞതിൽ കൃത്യമായും കാര്യങ്ങളുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഈ മത്സരങ്ങൾ പോകുന്നത്. കാരണം കഴിഞ്ഞ 8 മത്സരങ്ങളിലെ 4ാമത്തെ ഡെക്കാണ്, അതിൽ 3 ഡെക്കും ഗോൾഡൻ ഡെക്കാണ്, ഫസ്റ്റ് ബോളിനാണ്. ഇന്ന് 4ാമത്തെ പന്തിലാണ് വേൾഡ് കപ്പിലാണ്. ഈ വേൾഡ് കപ്പിൽ ഇതുവരെ അക്കൗണ്ട് പോലും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആരാണ് എന്ന് നോക്കുമ്പോൾ അതൊരിക്കലും സഞ്ജു സാംസൺ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല, അഭിഷേക് ശർമ്മയാണ്. കാരണം ഏതെങ്കിലും 1-2 ഇന്നിങ്സിൽ അദ്ദേഹം ഫോം ഔട്ട് തന്നെയാണ്. അദ്ദേഹം മികച്ച പ്ലെയർ ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വേൾഡിലെ നമ്പർ 1 പ്ലെയർ ആണ്. ഏറ്റവും മികച്ച രീതിയിൽ ഏഷ്യ കപ്പിനും അതിനു മുമ്പും കഴിഞ്ഞ ഇന്ത്യയുടെ സീരീസുകളിലൊക്കെയും ഏറ്റവും മികച്ച ഫോമിൽ കളിച്ച താരമാണ്. പക്ഷേ ന്യൂസിലാൻഡ് സീരീസിൽ സഞ്ജു മാത്രമായിരുന്നില്ല ഫോം ഔട്ട്. നമ്മളിപ്പോൾ മണിച്ചിത്രത്താഴ് പറയുമ്പോൾ അവിടെ ശ്രീദേവി ഉണ്ടായിരുന്നു എന്നുള്ള ലൈനിലൊക്കെ പറയാറില്ലേ. അപ്പോൾ കൃത്യമായിട്ടും അഭിഷേക് ശർമ്മ ഫോം ഔട്ട് ആണ് എന്നുള്ളതിൻ്റെ സൂചനകളാണ്. കാരണം ഈ ലോകകപ്പിൽ 2 കളികളിലും അദ്ദേഹം 2 കളി കളിച്ചു, 1 കളി കളിച്ചില്ല. ആ കളിക്കാത്ത കളിയിൽ സഞ്ജു സാംസൺ അവസരം കിട്ടി. സഞ്ജു സാംസൺ 8 പന്തിൽ 23 റൺസ് അടിക്കുകയുണ്ടായി. അപ്പം അഭിഷേക് ശർമ്മ ഒരു 4 പന്തുകളെ അദ്ദേഹം നേരിട്ടിട്ടുള്ളൂ, 2 ഡെക്കാണ് നേടിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ഏഷ്യ കപ്പിൽ സൈം അയ്യൂം ഇതുപോലെ 4 ഡെക്കുകൾ നേടിയപ്പോൾ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിനെ ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കൃത്യമായിട്ടും അഭിഷേക് ശർമ്മ എന്ന വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു ബാറ്ററിയിൽ നമ്മൾ ഒരുപാട് റിലേ ചെയ്യേണ്ടി വരുമോ എന്ന് കരുതിയിരുന്ന ഒരു ലോകകപ്പ്. പക്ഷേ നമ്മുടെ ബാറ്റർമാർ അഭിഷേക് ശർമ്മയെ ഒഴിച്ച് ബാക്കി എല്ലാ ബാറ്റർമാരും കൃത്യമായും ഡെലിവർ ചെയ്ത മത്സരങ്ങളാണ്. സൂര്യകുമാർ യാദവ് ആദ്യ മത്സരത്തിൽ കളിച്ചു, അതിനുശേഷമുള്ള മത്സരത്തിൽ ഹാർദിക് പാണ്ഡ്യ കളിച്ചു, ഈ മത്സരത്തിൽ ഇഷാൻ കിഷൻ കളിച്ചു. മൊത്തത്തിൽ നോക്കുമ്പോൾ അഭിഷേക് ശർമ്മ കൃത്യമായും ഫോം ഔട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അത് ശരിക്കും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം അഭിഷേക് ശർമ്മയിൽ ഇനി കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നതിനൊപ്പം തന്നെ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് കാണിക്കുന്ന മത്സരങ്ങളായിരുന്നു ഇത്. പിന്നെ രണ്ടാമത്തെ കൺസേൺ എന്നുള്ളത് തിലക് വർമ്മയാണ്. തിലക് വർമ്മ ഈ ടീമിൽ 8 പേരെങ്കിലും ബാറ്റർമാരായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ അപ്രോച്ച് എന്നുള്ളത് കഴിഞ്ഞ കുറേ മത്സരങ്ങളായുള്ള T20 അപ്രോച്ച് എന്നുള്ളത് നമുക്ക് ആങ്കേഴ്സിനെ വേണ്ട, നമ്മൾ 8 പേരും ബാറ്റർമാരുള്ള സമയത്ത് ഫസ്റ്റ് ബോൾ തൊട്ട് ആക്രമിക്കുക, 200+ റൺസ് എടുക്കുക, ആ രീതിയിൽ ബാറ്റ് ചെയ്യുക എന്നുള്ളൊരു അപ്രോച്ചാണ് നമ്മൾ കണ്ടിരുന്നത്. അഭിഷേക് ശർമ്മ ഒരു ഭാഗത്ത് നിന്ന് അടിച്ച് തകർക്കുന്നു, മറുഭാഗത്ത് നിന്ന് ഇഷാൻ കിഷൻ അടിച്ച് തകർക്കുന്നു, സൂര്യകുമാർ കളിക്കുന്നു. പക്ഷേ ഇവിടെ തിലക് വർമ്മയ്ക്ക് എന്താണ് റോൾ എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ റോളിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായും ഒരു ആശയക്കുഴപ്പമുണ്ടോ എന്ന തരത്തിലുള്ള 3 ഇന്നിങ്സുകളാണ് നമ്മൾ കണ്ടത്. ആദ്യ മത്സരത്തിൽ 17 പന്തിൽ 25, പിന്നത്തെ മത്സരത്തിൽ 25 പന്തിൽ 21, ഈ മത്സരത്തിലും 24 പന്തിൽ 25. അതായത് റണ്ണേ ബോൾ ഒരു വൺ ഡേ ടൈപ്പ് ഇന്നിങ്സ് അദ്ദേഹം കളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ആങ്കറിംഗ് റോൾ അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കളിക്കേണ്ട ആവശ്യമുണ്ടോ ഈ ടീമിൽ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ റോളിനെ കുറിച്ചും സംശയങ്ങളുള്ള ഒരു മത്സരമാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എന്നുള്ളത് അഭിഷേക് ഫോം ഔട്ട് ആകുമ്പോൾ അപ്പുറം ഇഷാൻ കിഷൻ എന്ന വ്യക്തി കൃത്യമായിട്ടും മികച്ച ഇന്നിങ്സുകൾ കളിക്കുന്നു. ഫസ്റ്റ് ബോൾ അദ്ദേഹം നേരിട്ട ഫസ്റ്റ് പന്ത് തന്നെ ഒരു വിക്കറ്റ് പോയ സമയത്ത് പോലും പാകിസ്ഥാനെതിരെയുള്ള, അതായത് ലോക ക്രിക്കറ്റിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന അത്രയും കാണികൾ ഒരുപാട് പേർ ഉറ്റുനോക്കുന്ന മത്സരത്തിലെ ഫസ്റ്റ് ബോൾ തന്നെ 6 അടിച്ചുകൊണ്ട് ഇഷാൻ കിഷൻ തുടങ്ങുന്നു. അതൊരു വലിയ പോസിറ്റീവായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ന്യൂസിലാൻഡ് പര്യടനത്തിന് ശേഷം, ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യക്ക് സംഭവിച്ച ഒരു വരദാനം തന്നെയാണ് ഇഷാൻ കിഷൻ. അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ഇന്ത്യക്ക് വളരെ പോസിറ്റീവായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ മത്സരങ്ങളിലൊക്കെയും കണ്ടത്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ കൃത്യമായും അവരുടെ സ്പിന്നേഴ്സ് ഫസ്റ്റ് ഓവറിൽ സൽമാൻ അലി ആഗ അങ്ങനെ ഫസ്റ്റ് ഓവർ എറിയുന്ന താരമൊന്നുമല്ല, പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായും ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു അഭിഷേക് ശർമ്മയ്ക്കെതിരെ എന്ന് കാണിക്കുന്ന പന്തുകൾ തന്നെയായിരുന്നു. അദ്ദേഹം
അദ്ദേഹം ആ വിക്കറ്റ് എടുത്തതിന് ശേഷം ആർക്കോ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അത്രയും എൻജോയ് ചെയ്തിട്ടാണ് അവർ അതായത് നമ്മൾ കുഴിച്ച കുഴിയിൽ ഇദ്ദേഹം വീണു എന്ന തരത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ താരങ്ങൾ ആ വിക്കറ്റ് സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ അതിനുശേഷവും പിന്നെ അവരുടെ സ്പിന്നേഴ്സിനെതിരെ നമുക്ക് കൃത്യമായിട്ടും പിന്നെ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നില്ല. താരീഖിനെതിരെ കഴിഞ്ഞ ദിവസം സൂര്യകുമാർ യാദവ് അതേപോലെ നെറ്റ്സിൽ പരിശീലിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. താരീഖ് ഒരു വെല്ലുവിളിയായിട്ടൊന്നും ഈ മത്സരത്തിൽ ഫീൽ ചെയ്തിട്ടില്ല. എങ്കിൽ കൂടിയും താരീഖിനെതിരെ വലിയ റൺസോ ഇമ്പാക്ട്ഫുൾ റൺസോ ഒന്നും നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല പിന്നെ സൈം അയ്യൂബിനെ പോലുള്ള ഒരു ബോളർ, അത് പാർട്ട് ടൈം ബോളറായി വരുന്ന അദ്ദേഹം കൃത്യമായിട്ടും വിക്കറ്റുകൾ നേടുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ പാകിസ്ഥാൻ ബോളേഴ്സ് ഈ മത്സരത്തിൽ നന്നായിട്ട് കളിച്ചു. അവരുടെ മത്സരം കളഞ്ഞു കുളിച്ചത് അവരുടെ ബാറ്റ്സ്മാൻമാരാണ്. ആ സമയത്ത് ഇന്ത്യയുടെ ബോളേഴ്സ് അവർ കൃത്യമായിട്ടും ഈ മത്സരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആദ്യത്തെ നമ്മൾ ആ വിക്കറ്റിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 4 പേരും 2 ഇങ്ങനെ വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ബോളേഴ്സിൻ്റെ ശക്തി ഒരിക്കലും ചോരില്ല എന്ന് തെളിയിച്ച ഒരു മത്സരമായിരുന്നു. പക്ഷേ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ അഭിഷേക് ശർമ്മയുടെ ഫോം ഒരു കൺസേൺ തന്നെയാണ്. ഇനിയും നമ്മൾ അദ്ദേഹത്തിൽ ഓവർ ഡിപ്പെൻഡ് ചെയ്യണോ അല്ലെങ്കിൽ അത്രയും പിന്നെ ഡിപ്പെൻഡ് ചെയ്യണോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. സഞ്ജു സാംസൺ ഇപ്പോഴും അവസരം കാത്ത് പുറത്തു നിൽക്കുന്നുണ്ട്. സഞ്ജുവിന് ഈ ടീമിലേക്ക് തിരിച്ചു വരാനുള്ള വഴി തന്നെയാണ് അഭിഷേകിൻ്റെ ഈ ഫോം ഔട്ട് എന്ന് പറയേണ്ടി വരും. ഉറപ്പായിട്ടും. ഇപ്പോൾ ഇന്ത്യൻ ബാറ്റർമാരുടെ ഒരു ഇൻഫോമിനെ കുറിച്ച് പറയുമ്പോഴും പാകിസ്ഥാനെതിരെ T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ് കൊളംബോയിൽ എന്ന് പറയുന്നത്, 175 റൺസ്. അതെ, പിന്നെ ഇതിൽ ഞാനിങ്ങനെ ഭയങ്കര ഇഴകീറിയിട്ട് ഈ വിമർശനങ്ങൾ പലതും ഉണ്ടാവും. പക്ഷെ ഞാൻ അഭിഷേക് ശർമ്മയെ അങ്ങനെ എഴുതിത്തള്ളാനൊന്നും തയ്യാറല്ല. അഭിഷേക് ശർമ്മയെ അങ്ങനെ 2 മത്സരങ്ങൾ പരാജയപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തണം എന്ന അഭിപ്രായക്കാരനല്ല ഞാൻ. അഭിഷേക് ശർമ്മയെ പഠിച്ചു വന്ന പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഇഷാൻ കിഷൻ എന്ന് പറയുന്നത് അവരുടെ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു എന്നതാണ്. അഭിഷേക് ശർമ്മയെ വെല്ലുവിളിക്കുന്നു, സൽമാൻ ആഖയെ 1-ാം ഓവർ കൊണ്ടുവരുന്നു. ആരാണ് ഈ 1-ാം ഓവർ കൊണ്ടുവരുന്നത്? ലോക ക്രിക്കറ്റിൽ തീയുണ്ടകൾ കൊണ്ട് അറിയപ്പെട്ടിരുന്ന പാകിസ്ഥാൻ പവർ പ്ലേയിൽ 5 ഓവർ സ്പിന്നർമാർക്ക് കൊടുക്കുകയാണ്. മൊത്തം കളിയിൽ 20 ഓവറിൽ 18 ഓവർ സ്പിന്നർമാർ എറിയാണ്. അവരുടെ ഏറ്റവും സുപ്രധാന ബോളർമാരിൽ ഒരാളായ ഷഹീൻ അഫ്രീദിക്ക് ആകെ 2 ഓവർ കൊടുക്കുന്നത്. ആ 2 ഓവറിൽ അദ്ദേഹത്തിന് 30-ലധികം റൺസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ അബ്രാർ അഹമ്മദ് ലോക റാങ്കിങ്ങിൽ 2-ാം റാങ്കിലുള്ള ബോളറാണ്. അദ്ദേഹത്തിൻ്റെ എക്കോണമി നോക്കണം, 30-ലധികം റൺസ് വിട്ടുകൊടുക്കുന്നുണ്ട്. 5 സ്പിന്നർമാർ നന്നായി ഡെലിവർ ചെയ്യുന്നുള്ള റിയാലിറ്റിയാണ്. സായിം അയ്യൂബ് ശരിക്ക് നേരത്തെ MSK പറഞ്ഞ പോലെ തന്നെ അവരുടെ സുപ്രധാന ബോളറാണ്. ഓപ്പണിംഗ് ബാറ്ററാണ്. അദ്ദേഹത്തെ നമ്മൾ കഴിഞ്ഞ ഏഷ്യ കപ്പിന് മുമ്പ് പറഞ്ഞിരുന്നത് ജസ്പ്രീത് ബുംറയുടെ 6 പന്തിൽ 6 പന്തും സിക്സർ അടിക്കാൻ വരുന്ന അയാൾ എന്ന രീതിയിൽ അദ്ദേഹത്തെ ഒരു ബാറ്ററായി അവതരിപ്പിച്ച് ആ ഏഷ്യ കപ്പിൽ ഇന്ത്യക്കെതിരെ നന്നായി ഡെലിവറി ചെയ്തൊരു മനുഷ്യനാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ ഒരു ഹാട്രിക് ബോളിലൊക്കെ അദ്ദേഹം നിൽക്കുന്നുണ്ട്. പിന്നെ നന്നായി പന്തെറിയുന്നു എന്നുള്ളത് റിയാലിറ്റിയാണ്. ഫ്ലാറ്റ് പിച്ചിൽ നന്നായി പെർഫോം ചെയ്യും എന്ന് കരുതിയിരുന്ന ഇഷാൻ കിഷൻ, അദ്ദേഹം ഫ്ലാറ്റ് പിച്ചിലാണ് നന്നായി കളിക്കുക, അല്ലെങ്കിൽ ഒരു ബാറ്റിങ്ങിന് അനുകൂലമായ ഒരു പിച്ചിൽ ഇഷാൻ കിഷനിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ മതി എന്നൊക്കെ പറയുന്നിടത്ത് കൊളംബോയെ പോലെ 5 സ്പിന്നർമാരെ കൊണ്ടിറങ്ങുന്ന പിന്നെ ബാറ്റർമാരുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന ഒരു പിച്ചിൽ പവർ പ്ലേയിൽ 50-ലധികം റൺസുമാണ്. അതിൽ ആദ്യത്തെ 2 ഓവറിൽ അബ്രാർ അഹമ്മദിന് 24 റൺസാണ് ഇഷാൻ കിഷൻ അടിക്കുന്നത് എന്ന് ഓർക്കണം. എന്ന് പറഞ്ഞാൽ അതെ, ഇഷാൻ കിഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ സിലബസിലില്ലാത്തതാണ്. ഇഷാൻ കിഷൻ എന്താണ് ചെയ്യുന്നത്? ഹിറ്റ് ആൻഡ് ഹിറ്റ്. അദ്ദേഹം ഒരിക്കൽ പറയുന്നുണ്ട്, നിക്കോളസ് പൂരനാണ് എൻ്റെ പിന്നെ റോൾ മോഡൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സമ്മർദ്ദമില്ലാതെ കളിക്കുക, പ്രത്യേകിച്ച് എനിക്ക് മെത്തഡോളജി ഒന്നുമില്ല, ഷോട്ടുകൾ മെത്തഡോളജി ഒന്നുമില്ല, ഹിറ്റ് ആൻഡ് ഹിറ്റ് എന്നാണ്. അത് കൃത്യമായി പിന്നെ ഗ്രൗണ്ടിൽ നടപ്പിലാക്കുന്നു. ഇതുവരെ നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്ത്യയുടെ പരാജയപ്പെടുമ്പോൾ അതെ. അതായത് നമ്മളങ്ങനെ തന്നെ നമ്മൾ കരുതിയിരുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിലകവർമ്മയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. തിലകവർമ്മ പല സമയത്തും ഇതുപോലെ ക്ലൂലെസ് ആയി പോകുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം മുംബൈക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് അദ്ദേഹം ഇതുപോലെ ആവുന്ന സമയത്ത് അദ്ദേഹത്തെ റിട്ടയർഡ് ഔട്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പിന്നെ ചില സമയത്ത് അദ്ദേഹം ക്ലൂലെസ് ആയി പോകുന്നു. നന്നായി കളിക്കുന്ന മനുഷ്യനാണ്, പക്ഷേ ചില സമയത്ത് അദ്ദേഹം ക്ലൂലെസ് ആയി പോകുന്നു എന്നുള്ളതാണ്. ഉസ്മാൻ താരിഖിലേക്ക് വരുന്ന സമയത്ത് ഉസ്മാൻ താരിഖിനെ സൂര്യകുമാർ യാദവിനെ പുറത്താക്കുന്ന ഉസ്മാൻ താരിഖാണ്. അപ്പോൾ ഇന്ത്യയുടെ നെറ്റ്സിൽ പിന്നെ ഇന്ത്യൻ ബാറ്റർമാർക്ക് മുഴുവൻ ഉസ്മാൻ താരിഖിൻ്റെ ആക്ഷനിൽ പന്തെറിഞ്ഞു കൊടുത്ത സൂര്യകുമാർ യാദവിന് ആ ആക്ഷനിൽ പന്തെറിച്ചു കൊടുക്കാൻ വേറെ ആരും ഉണ്ടായില്ലേ എന്നൊരു ചോദ്യമാണ്. മാത്രമല്ല അഭിഷേക് ശർമ്മയ്ക്കാണ് സൂര്യകുമാർ അത്തരത്തിൽ ആ ആക്ഷനിൽ ബോൾ ചെയ്ത് കൊടുത്തത്. അഭിഷേക് 0-ൽ ഔട്ടാവുകയും ചെയ്തു. അതും റിയാലിറ്റിയാണ്. ഇനി മറ്റൊന്ന്, പിന്നെ ഈ സ്പിന്നർമാർ അകമണിഞ്ഞ് പിന്തുണക്കുന്ന പിച്ചായിട്ടും പവർ പ്ലേയിൽ ഇന്ത്യ ആദ്യത്തെ 4 ഓവർ എറിഞ്ഞത് ഫാസ്റ്റ് ബോളേഴ്സാണ്. ആ 4 ഓവറിൽ 3 വിക്കറ്റും പോയിട്ടുണ്ട്. 1-ാമത്തെ ഓവർ മെയ്ഡിലാണ് ഹർദിക് പാണ്ഡ്യ എറിയുന്നത്. ജസ്പ്രീത് ബുംറയുടെ 1-ാമത്തെ ബോൾ സാധാരണയിൽ ജസ്പ്രീത് ബുംറയെ സൈബ്സാദ ഫർഹാൻ അടിക്കുമെന്ന് വിചാരിക്കുന്ന സമയത്ത് അതെ, സൈബ്സാദ ഫർഹാൻ അവിടെ പുറത്താവുന്നു. സായിം അയ്യൂബ് ഫസ്റ്റ് ബോളിന് 6 അടിക്കുന്നത്. ആ 6 ആണെങ്കിൽ ഒരു ഔട്ട് സൈഡ് എഡ്ജാണ്, എഡ്ജ് തട്ടിട്ട് 6 ആണ്. അപ്പം തന്നെ കരുതിയിരുന്നു ഇദ്ദേഹം ക്ലൂലെസ് ആയി പോകുന്നു. അടുത്ത ബോളിൽ വിക്കറ്റാണ്.
സൽമാൻ ആഗ അവർക്ക് വേണ്ടി നന്നായി പെർഫോം ചെയ്തിട്ടിരുന്ന ഒരു മനുഷ്യനാണ്. സൽമാൻ ആഗയുടെ വിക്കറ്റ് എടുത്തതിന് ശേഷം ജസ്പ്രീത് ബുംറ വല്ലാതെ ആഘോഷിക്കുന്നൊന്നുമില്ല, അത് തീർന്നു എന്നുള്ള മട്ടിലാണ്. പിന്നെ ഉസ്മാനാണ് കുറച്ചുകൂടി നന്നായി ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യൻ നിരയിൽ തിലക് വർമ്മ വന്ന് ബോൾ ചെയ്യുന്നു. തിലക് വർമ്മയ്ക്ക് 2 വിക്കറ്റ് ഇട്ടുണ്ടായിരുന്നു. അതിനേക്കാളും പാകിസ്ഥാനെ 60 മുകളിൽ റൺസിന് തോൽപ്പിച്ചതിനേക്കാളും അവർക്ക് അപമാനമായിട്ട് തോന്നുന്നു റിങ്കു സിംഗിനെ വരെ നമ്മൾ ബോൾ ചെയ്യിപ്പിക്കുകയാണ്. ആ ഒരു ഘട്ടത്തില് ബുംറയ്ക്ക് അപ്പൊ 2 ഓവർ ബാക്കിയുണ്ട്, അതൊക്കെ വിക്കറ്റ് എണ്ണം കൂട്ടുകയൊക്കെ ചെയ്യാം. മാത്രമല്ല ഒരു നിർണായക മത്സരത്തിൽ കുറച്ചധികം നന്നായിട്ടൊരു ഡെലിവറി ഒക്കെ ചെയ്യായിരുന്നു. പക്ഷെ നമ്മള് റിങ്കു സിംഗിനെയൊക്കെ കളിപ്പിക്കുന്നു. വിശ്രമം കിട്ടുകയാണ് ബുംറയ്ക്ക്, അറിയണ്ടല്ലോ. അത് പിന്നെ മിഡിൽ ഓർഡറുകളിൽ വന്ന് വരുൺ ചക്രവർത്തി, മൻസൂർ പട്ടേലും കൂടി. പിന്നെ ഞാൻ വരുൺ ചക്രവർത്തിയെ കുറിച്ച് ഈ ടാക്ടിക്സ് ഇരിക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ തരുന്നു. അപ്പോൾ വരുൺ ചക്രവർത്തി വിക്കറ്റ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജയ്ശട്ട് അവിടെ നിന്ന് പറയുന്നത് നീയാണ് റിയൽ മാൻ റൈക്ക് എന്ന് പറഞ്ഞിരുന്നു. അപ്പാണ് ചെറുക്കം വന്നിട്ട് ഒരു ഓവറിൽ 2 വിക്കറ്റ്. അല്ല, ഞാനല്ല കരുതിയത് ഒരു ഹാട്രിക് ചാൻസ് വരെ ഉണ്ടായിരുന്നു. അതെങ്ങാനും ഹാട്രിക് അടിച്ചിരുന്നെങ്കിൽ പിന്നെ ഒരാഴ്ച ഹാരിസിന്റെ ഡയലോഗ് കേൾക്കേണ്ടി വരുമായിരുന്നു. അത് ഉസ്മാൻ താരിഖിന്റെ വിക്കറ്റിലായിരുന്നു. പുള്ളിയുടെ വീഡിയോയുടെ തമ്പ് പോലും മിസ്റ്ററി സ്പിന്നർ, യഥാർത്ഥ മിസ്റ്ററി സ്പിന്നർ ശരിക്കും കളിയിൽ നമ്മൾ കണ്ടു. അതെ, റിയൽ. പക്ഷേ പാകിസ്ഥാൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പാകിസ്ഥാന്റെ നമ്മൾ വലിയ രീതിയിൽ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഉസ്മാൻ താരിഖ് നന്നായിട്ട് പന്തെറിഞ്ഞു. അതെ അതെ, അദ്ദേഹം 4 ഓവറിൽ 24 റൺസ് വഴങ്ങിയിട്ടുള്ളൂ. അദ്ദേഹം എപ്പോഴും ഇക്കോണമി കാത്തു സൂക്ഷിക്കുന്ന, എനിക്കൊന്ന് ഷൈനിന്റെ ഓവറുകൾ ഒഴിച്ചിട്ട് 2 ഓവർ ബാക്കിയല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20-ൽ 18 ഓവറും സ്പിന്നർമാരാണ് അറിഞ്ഞത്. അവർ നന്നായിട്ട് തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഷഹീന് നല്ല അടി കിട്ടി, 30-ന് മുകളിൽ ഒരു അടി കിട്ടി എന്നുള്ളത്. അതിൽ തന്നെ ഫോം ഔട്ട് ആയിരുന്നു. അബ്രാറിന് അടി കിട്ടുന്നതാണ് അവർക്ക് വലിയ രീതിയിലൊരു തിരിച്ചടിയാവുന്നത്. മാത്രമല്ല അതിൽ തന്നെ ഷഹീൻ അടി കിട്ടുന്നു. മറ്റേ ഉസ്മാൻ താരിഖ് മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം ഇക്കോണമി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. 6-ൽ താഴെയാണ് അദ്ദേഹത്തിന് ഇക്കോണമി എന്ന് പറയുന്നത്. മാത്രമല്ല തുടർച്ചയായിട്ട് 23-ാമത്തെ T20 മത്സരത്തിലും അദ്ദേഹം വിക്കറ്റ് എടുക്കുന്നുണ്ട്. അത് അവസാന ഓവറിലേക്ക് നീണ്ടപ്പോൾ ഈ അദ്ദേഹത്തിന്റെ ഒരു വിക്കറ്റ് സ്ട്രീക്ക് അവിടെ നഷ്ടമാവുന്ന കരുതിയായിരുന്നു. പക്ഷേ ഇന്ത്യൻ ക്യാപ്റ്റന്റെ തന്നെ വിക്കറ്റ് എടുത്തുകൊണ്ട് അദ്ദേഹം ആ ഒരു സ്ട്രീക്ക് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇതിലൊരു 15-ാം ഓവറൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ആശങ്കയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ റണ്ണങ്ങ് കയറുന്നില്ല, സ്കോർ ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. 10 റൺ റേറ്റിൽ പോയിരുന്നിടത്ത് നിന്ന് പെട്ടെന്ന് 8-ലേക്ക് 7-ലേക്ക് എത്തിയിരിക്കുന്നു. ആ അവസാന ഓവർ ഷഹീൻ ഷാഫ്രീദിക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ പിന്നെ റിങ്കു വന്നിട്ട് അടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആ ഓവറിലാണ് ശരിക്കും കളി നമുക്ക് ഒരു ആശ്വാസത്തിലേക്ക് വരുന്നത്. പിച്ച് ഏതായാലും ഒരു 160 പിച്ചാണ്, 160-170 ഒക്കെ നല്ല സ്കോറായ ഒരു പിച്ചാണ്. പക്ഷേ നമ്മളപ്പോഴും ഒരു 180-ന് മുകളിൽ സ്കോർ പ്രതീക്ഷിച്ചു. കാരണം ഇഷാൻ അങ്ങനെ അടിച്ചോണ്ട്, പക്ഷേ ഇഷാൻ ഒരു ഔട്ട് ഓഫ് സിലബസ് തന്നെയാണല്ലോ. ബാക്കിയുള്ളവർക്ക് അവിടെ ഡെലിവറി. ഹാർദിക് പാണ്ഡ്യ ഫസ്റ്റ് 1-ാം ബോളിൽ തന്നെ ഔട്ട് ആവുന്നു. സായ് മയൂബിന് പാണ്ഡ്യ ആദ്യമായിട്ടാണ് T20-യിലെ ഗോൾഡൻ ഡെക്ക് ആവുന്നത്. അതെ അതെ, പക്ഷെ അദ്ദേഹം ബോളിംഗിൽ വന്നിട്ട് അത് തകർത്തു. ഒപ്പം തന്നെ ഈ T20 നേരത്തെ നമ്മൾ 18 ഓവറിന്റെ കഥ പറഞ്ഞു. ഈ T20 വേൾഡ് കപ്പിൽ തന്നെ 2 ടീമുകളെ 18 ഓവറും സ്പിന്നർമാരെ കൊണ്ട് എറിഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഓസ്ട്രേലിയയാണ് 2012-ല്, പിന്നീട് ഇപ്പോൾ ഇതും. അത് രണ്ടും കൊളംബോയിൽ തന്നെ ആയിരുന്നു, ഇതേ ഗ്രൗണ്ടിൽ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കൗതുകം. ഇപ്പം എന്തായാലും ഇഷാൻ കിഷൻ ഒരു എക്സ് ഫാക്ടർ തന്നെയാണ്. കാരണം അദ്ദേഹം 88.4 ഓവറിലാണ് ഇഷാന്റെ വിക്കറ്റ് പോകുന്നത്. അപ്പോൾ ഇഷാന്റെ ഇൻഡിവിജ്വൽ സ്കോർ 77ആണ്. ഇന്ത്യൻ സ്കോർ അപ്പോൾ 88 ആയിട്ടുള്ളൂ. ഇഷാന്റെ സ്കോറിനേക്കാളും 11 റൺസ് മാത്രം അധികമേ ഇന്ത്യൻ സ്കോർ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 8.4 ഓവറിൽ. അപ്പോൾ അത്തരത്തിൽ ഇഷാൻ എന്ന് പറയുന്നത് ഒരു എക്സ് ഫാക്ടറാണ്. കാരണം ഒരു ഘട്ടത്തിൽ, അതായത് നമുക്കറിയാം T20 ലോകകപ്പിനും അതുപോലെ തന്നെ ന്യൂസിലാൻഡ് സീരീസിനുള്ള ടീമിനെ ഒരുമിച്ചാണ് ഇന്ത്യ സെലക്ടർമാർ പ്രഖ്യാപിച്ചത്. ആ സമയത്ത് ഇഷാൻ വെറും ബാക്കപ്പ് കീപ്പർ മാത്രമാണ്. സഞ്ജു സാംസൺ ആണ് മെയിൻ കീപ്പറായിട്ട് ഓപ്പണറായിട്ടും വരുന്നത്. പിന്നെ ന്യൂസിലാൻഡ് സീരീസിൽ സഞ്ജു അങ്ങേയറ്റം നിരാശപ്പെടുത്തി 5 മത്സരങ്ങളിൽ 46 റൺസ് മാത്രം എടുത്തൊരു സാഹചര്യം വരുന്നു. ഇഷാൻ കിഷനാണെങ്കിൽ എല്ലാ മത്സരത്തിലും തിളങ്ങുന്നു. അതിൽ തന്നെ കാര്യവട്ടത്ത് നടന്ന അവസാന ലോകകപ്പിൽ തൊട്ട് മുമ്പുള്ള അവസാന മത്സരത്തിൽ സഞ്ജു ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തിയപ്പോൾ ഇഷാൻ അവിടെ സെഞ്ചുറി അടിക്കുകയാണ് 40-42 പന്തുകളിൽ നിന്ന്. ലോകകപ്പിലേക്ക് വരുമ്പോൾ USA-ക്കെതിരായ ആദ്യ മത്സരത്തിൽ അല്പം നിരാശയായിരുന്നു. കാരണം ഒരു 16 പന്തിൽ 20 റൺസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമീബിയക്കെതിരെ അദ്ദേഹം ട്രാക്കിലെത്തി 61 റൺസ് അടിക്കുന്നു. പാകിസ്ഥാനെതിരെ ലാവുറ്റ് നോക്കിയ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ, അതും ഈ ട്രാക്ക് അങ്ങേയറ്റം സ്ലോ ആയൊരു പിച്ചാണ് കൊളംബോയിൽ. നമുക്കറിയാം 70-ന് മുകളിലാണ്, 76-ഉം 77-ഒക്കെയാണ് അവിടെ ബൗണ്ടറി മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങേയറ്റം ഒരു തരത്തിൽ പോകും. അതായത് ഹൈ റിസ്ക് കളിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു പിച്ചല്ല കൊളംബോയുള്ളത്. പക്ഷെ അവിടെ അങ്ങേയറ്റം അനായാസമായിട്ടാണ് കളിക്കുന്നത്. ഇന്ത്യൻ ബാറ്റർമാരും അതുപോലെ തന്നെ പാകിസ്ഥാൻ ബാറ്റർമാരും സ്ട്രഗിൾ ചെയ്തെടുത്ത് ഇഷാൻ മാത്രമാണ് അത്രയും കൂളായിട്ട് സിമ്പിളായിട്ട് ഇത് കളിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇഷാൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത്, അതായത് പകരക്കാരനായി വന്ന് പിന്നീട് ഇന്ത്യയുടെ അമരക്കാരനായി മാറുന്നൊരു കാഴ്ച തന്നെയാണ് ഇഷാൻ്റേത്. ഇഷാൻ്റെ ശരിക്കും ഈ ഇഷാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വരവ് തന്നെ ഒരു, എനിക്കൊന്ന് ഇപ്പോഴും ഈ ഇന്ത്യൻ ടീമിൽ ഏറ്റവും ആത്മവിശ്വാസത്തോടെ കളിക്കുന്ന ഒരാൾ ഇഷാൻ തന്നെയാണ്. മറ്റ് തിലകാണെങ്കിലും അഭിഷേക് ആണെങ്കിലും സൂര്യ ആണെങ്കിലും
അത്രത്തോളം ആത്മവിശ്വാസം അവരുടെ ബാറ്റിങ്ങിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് കുറച്ചുകൂടി ഇഷാൻ കുറെ കൂടി പ്ലാൻ ചെയ്ത് കളിക്കുന്ന പോലെ കൂടി നമുക്ക് തോന്നുന്നു. കാരണം ഒരു കാടൻ അടി എന്നുള്ളതല്ല, കാരണം ഒരിക്കൽ പോലും സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കാൻ ഇഷാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല. ക്രീസിൽ നിന്നുകൊണ്ട് തന്നെയുള്ള ക്ലീൻ ഹിറ്റാണ് അദ്ദേഹത്തിന്റെ ഷോട്ടുകളൊക്കെ, ക്ലീൻ ഹിറ്റുകളാണ്. അത് സിക്സറിന് ഇപ്പം 70 മീറ്റർ ആണ് ഒരു സിക്സ് എങ്കിൽ അതിനപ്പുറം പോകും എന്ന് ഉറപ്പുള്ള ഷോട്ടുകളാണ്. മിസ് ഹിറ്റ് എന്നുള്ള ഒരു ലൈനിലേക്ക് ഇഷാൻ വരുന്നില്ല. കാരണം അതേ ഈ ശരീരം നോക്കൂ ഇഷാന്റെ, വളരെ ഒരു ചെറിയ ശരീരമാണ്. നമ്മളിപ്പം പൊള്ളാടൊക്കെ വരുമ്പോൾ ഒരു മിസ് ഹിറ്റ് സിക്സ് ആകുന്നതിൽ നമുക്ക് അത്ഭുതം തോന്നില്ല, അല്ലെങ്കിൽ ഒരു ഗെയിലൊക്കെ നിൽക്കുന്ന സമയത്ത്. പക്ഷേ ഇഷാനെ പോലത്തെ ഒരു ചെറിയ മനുഷ്യൻ, പിന്നെ അദ്ദേഹം സിക്സ് അടിക്കുന്ന ഒരു അബിലിറ്റി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ക്ലീൻ ഹിറ്റുകളാണ്, ഹാൻഡ് മൂവ്മെൻ്റ് ആണ്. കൃത്യമായിട്ടും പേസർമാർക്കെതിരെയുള്ള മൂവ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹം പിക്ക് ചെയ്യുന്ന ഇടം കൃത്യമാണ്, ആ ഒരു പിന്നെ പേസിന് ആ ഒരു താളം കൃത്യമാണ്, പേസിനനുസരിച്ചിട്ട് പെർഫെക്റ്റ് മിഡ്ലിംഗ് ആണ്. അത് കൃത്യമായിട്ടും ഇഷാനിലാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സമയത്ത് ഈ അവരുടെ പിന്നെ ഹൈ സ്കോറായ ഉസ്മാൻ പുറത്തായ ബോളിംഗ് ശ്രദ്ധിച്ചിരുന്നു അക്സർ പട്ടേലിന്റെ. അയാൾ സ്റ്റെപ്പ് ഓവർ ചെയ്ത് നിന്നിട്ടാണ്. അപ്പോൾ ഇഷാൻ കിഷൻ സ്റ്റംപിയാണ് എന്ന് പറഞ്ഞാൽ ക്രൂഷ്യലായിട്ട് പാകിസ്ഥാന് വേണ്ടി റൺ അടിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മൊമെന്റിൽ അദ്ദേഹം പെട്ടെന്ന് ഇതായി പോകുന്നത് കണ്ടു. മറ്റൊന്ന് പിന്നെ റിങ്കു സിംഗിന്റെ പിന്നെ ഫീൽഡിലെ പ്രകടനങ്ങൾ നമ്മൾ എടുത്ത് പറഞ്ഞേ മതിയാവും. പിന്നെ തിലക് വർമ്മ പിന്നെ ലോങ് ഓണിലോ ലോങ് ഓഫിൽ ഒരു ക്യാച്ചൊക്കെ മിസ്സാക്കുന്നുണ്ട്. തിലക് വർമ്മ കളിയിൽ 2 ക്യാച്ച് മിസ്സാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ബോളിങ്ങിൽ പിന്നെ ഒരു ക്യാച്ച് മിസ്സാക്കുന്നത്, 2 വിക്കറ്റ് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു. റിങ്കു സിംഗ് ആണെങ്കിൽ പറന്ന് കിടക്കാണ്. റിങ്കു സിംഗ് ഈ സീരീസിൽ പിന്നെ മൊത്തത്തിൽ ലോകകപ്പ് തുടങ്ങിയതിനു ശേഷം ഇന്ത്യൻ ഫീൽഡിൽ ഭയങ്കരമായിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ചില മത്സരങ്ങളൊക്കെ കമൻറ്റേറ്റർമാർ പറയുന്നുണ്ട് എവിടെ നോക്കിയാലും പിന്നെ ബൗണ്ടറി ലൈനിൽ നിങ്ങൾക്ക് റിങ്കു സിംഗിനെ കാണാം എന്ന്. ഇന്നും അദ്ദേഹം പിന്നെ ക്രൂഷ്യലായി ഒരു ക്യാച്ച് എടുക്കുന്നു. പിന്നെ ഒരു പിടി പിന്നെ മുഹൂർത്തങ്ങൾ, ഇപ്പോൾ ഫീൽഡിംഗ് വളരെ നിർണായകം തന്നെയാണല്ലോ. ഇപ്പോൾ ഇഷാൻ കിഷൻ്റെ കാര്യം നമ്മൾ പറയുന്ന സമയത്ത് അദ്ദേഹം പിന്നെ വിക്കറ്റ് കീപ്പിങ്ങിൽ പിന്നെ ഭയങ്കര പിന്നെ നമുക്കങ്ങനെ പ്രതീക്ഷ നൽകുന്ന പ്രകടനങ്ങൾ ഇല്ല എന്ന് പറയുന്ന സമയത്ത് തന്നെ തിലക് വർമ്മ നല്ല ഫീൽഡറാണ്, പക്ഷേ അദ്ദേഹത്തിന് ഇന്ന് പിഴക്കുന്ന ഒന്നിടത്താണ്. പക്ഷേ റിങ്കു സിംഗ് പിന്നെ എല്ലാ മത്സരങ്ങളിലും ഫീൽഡിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. അതേസമയം തന്നെ കഴിഞ്ഞ 2 മത്സരങ്ങളിലും പരാജയപ്പെട്ട അദ്ദേഹം ഇന്ന് ഷഹീൻ ഷാഫ്രീദിയെ പിന്നെ അടിച്ചിട്ട് നമുക്ക് അവസാനത്തിൽ നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കുന്നതും റിങ്കു സിംഗ് ആണ്. അതുകൊണ്ട് റിങ്കു സിംഗിനെ അങ്ങനെ പുറത്താക്കി ഒരു 11 ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 മത്സരങ്ങളും പിന്നെ നമുക്ക് അങ്ങനെ അറിയാത്ത ബോളർമാർ പേസ് വേരിയേഷനുകളോട് പ്രതികരിക്കേണ്ടത് അങ്ങനെ. പക്ഷേ സൂപ്പർ 8ലേക്ക് കടക്കുന്നതോടുകൂടി പിന്നെ മികച്ച ടീമുകളായിരിക്കും. പിന്നെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും റിങ്കു സിംഗിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു 11നെ കുറിച്ച് പിന്നെ തോന്നില്ല അങ്ങനെ ഒരു 11 ഉണ്ടാവും. ഫീൽഡിൽ ഇത്രയും റൺസ് അദ്ദേഹം റൺസ് എടുക്കുന്നില്ലെങ്കിൽ കൂടിയും ഫീൽഡിൽ ഒരു 20-20 റൺസെങ്കിലും സേവ് ചെയ്യുന്നു. ഇന്നത്തെ കളിയിലെ ഏറ്റവും രസകരമായൊരു പിന്നെ ഒരു കൗതുകം തോന്നുന്ന കാര്യം ഈ സായിബ് സാദ ഫർഹാനെ കുറിച്ചാണ്. നേരത്തെ ആരിസ് സൂചിപ്പിച്ചിരുന്നത്. അദ്ദേഹം ടെക്കിന് പുറത്താകാണ്, ബുംറയ്ക്കെതിരെ 6. എനിക്ക് തോന്നുന്നത് അവിടെ പാകിസ്ഥാനിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ശത്രു ഉണ്ടെന്ന് തോന്നുന്നു. അയാളാണ്, ആ പ്ലെയറാണ്, പഴയൊരു പ്ലെയറാണ്. സ്ഥിരമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു കമൻ്റ് ഉണ്ടാവും, പ്രസ്താവന. ഇന്നത്തെ മത്സരത്തിൽ ബുംറയുടെ കരിയർ തന്നെ ഫർഹാൻ ഇല്ലാതാക്കും, ഒരു ഓവറിൽ 6 സിക്സ് അടിക്കും. കഴിഞ്ഞ ഏഷ്യ കപ്പിലും ഇതേപോലെ ഫർഹാൻ പിന്നെ സായ് മയൂവിനെ കുറിച്ച്, അന്ന് സായ് മയൂവായിരുന്നു ആളുടെ ശത്രു എന്ന് തോന്നുന്നു. സായ് മയൂബ് ബുംറയുടെ കരിയർ തീർക്കും. ബുംറയുടെ കരിയർ തീർക്കാൻ അന്ന് സായ് മയൂബ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇന്നിപ്പം സായിബ് സാദ ഫർഹാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇവരൊക്കെ കരിയർ ഇന്ത്യ തീർക്കും. അതായത് ബുംറ വരുന്നതിന് മുമ്പേ അദ്ദേഹം പുറത്താകുകയാണ്. അവിടെ ഒരാൾ കൃത്യമായിട്ടും മറ്റേ നമ്മുടെ വീക്കെൻഡിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആണ്ടി വലിയ അടിക്കാരനാണ് എന്നുകൊണ്ട് എവിടെ അടിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഒരു വലിയ അടിക്കാൻ ഒരാളിങ്ങനെ പറയാണ് സായിബ് സാദ ഫർഹാൻ, അവൻ ഇന്ന് എല്ലാവരെയും ഇടിച്ചു തീർക്കും, മറ്റേ കീലേരി അച്ചു മോഡൽ എന്നുള്ള ലൈനിലൊക്കെയാണ് വരുന്നത്. ഏഷ്യ കപ്പിൽ ഇന്ത്യക്കെതിരെ ഫൈനലിൽ 50 അടിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ സെലിബ്രേഷൻ ഒക്കെ അന്ന് ഭയങ്കര ചർച്ചയായിരുന്നു. ആ ഗാലറിയിലേക്ക് നോക്കിയിട്ട് തോക്കുകയും കൊണ്ടിട്ടുള്ള സാധനമൊക്കെ. പക്ഷേ ഇന്നെവിടെയും അല്ല, അതേ സായിബ് സാദ ഫർഹാൻ നല്ലൊരു ഹിറ്ററാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരത്തിൽ അവരുടെ ബോളേഴ്സ് നല്ല രീതിയിൽ തന്നെ ഡെലിവർ ചെയ്തു. അവർ പിന്നെ 175 സ്കോർ എത്തിയെങ്കിലും അത് പിന്നെ അവരുടെ സ്പിന്നേഴ്സൊക്കെ നമ്മളിപ്പോൾ താരീഖിനെ കുറിച്ച് പറഞ്ഞതുപോലെ സായ് മയൂബിനെ അവർ നന്നായിട്ട് പിന്നെ പന്തെറിഞ്ഞു. പക്ഷെ ബാറ്റർമാരിലേക്ക് വരുമ്പോൾ അവർ പിന്നെ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടിട്ട് അവർക്ക് ആ ഒരു പ്രഷർ താങ്ങാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രഷർ ഇന്ത്യക്കാർക്ക് ഒരാൾ പോലും, നമ്മൾ കുറച്ച് 1-2 പ്ലേയേഴ്സിൽ ഉണ്ടാവാം. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൻ്റെ പ്രഷർ നമ്മൾ ഇഷാനിൽ കണ്ടിട്ടില്ല. ഇഷാൻ ആ പ്രഷറൊന്നും ഇല്ലാതെ കളിക്കുകയാണ്. വേറെ ആരിലും അങ്ങനെ സൂര്യകുമാറിൽ കണ്ടിട്ടില്ല. പക്ഷേ അവർക്ക് കൃത്യമായിട്ടും ഇതൊരു വലിയൊരു പ്രശ്നമാണ്. ആദ്യം ഞങ്ങൾ കൈ കൊടുത്തപ്പോൾ, ഹാൻഡ് ഷേക്കിന് കൈ കൊടുത്തപ്പോൾ ഞങ്ങൾക്കത് തന്നില്ല. അതൊക്കെ അവർ വേറെ തരത്തിലാണ് അവരുടെ മൈൻഡിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ബാബർ അസമിനെ പോലുള്ളൊരു താരമൊക്കെ ഇത്രയും ഫോർമൂട്ടിൽ കളിക്കുക എന്ന് പറയുന്നത് ബൗൾഡാണ്. അത് ബാബർ അസമിന്റെ വേറെ സംഭവമുണ്ട്. ഇപ്പോൾ ബാബർ അസം പാകിസ്ഥാനികൾ വലിയ രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിയൽ കിങ് ബാബർ അസം എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ ഇന്ത്യ പാക് മത്സരത്തിൽ ചേസിങ്ങിലേക്ക് വരുമ്പോൾ ഇപ്പോൾ അവരുടെ കിങ്ങും തമ്മിലുള്ള കമ്പാരിസൺ സാധനമാണ്. വിരാടിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 135
ബാബറിന്റെ ആവറേജ് എന്ന് പറയുന്നത് വെറും 35 ആവറേജിൽ തന്നെ 100ന്റെ വ്യത്യാസമുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞെടുക്കുന്നു അതാണ് യഥാർത്ഥ കിങ്. ബാബർ ലോകത്തിലെ ഏറ്റവും കൂടുതൽ T20 റൺസ് നേടിയ കളിക്കാരനാണ്, അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. ബാബർ പക്ഷേ കഴിഞ്ഞൊരു 3-4 കൊല്ലമായിട്ട് അദ്ദേഹത്തിന്റെ ഫോമിന്റെ 7 അയലത്ത് പോലും ഇല്ല. മുമ്പ് വിരാട് കോഹ്ലി ഫോം ഔട്ട് ആയ സമയത്ത് ദീസ് ടു ഷാൾ പാസ് എന്ന് പറഞ്ഞുകൊണ്ട് വിരാടിനെ ആശ്വസിപ്പിച്ച ഒരു ബാബർ അസം ഉണ്ടായിരുന്നു. ബാബർ അസം ശരിക്കും ഈ കിങ് എന്നുള്ള പേര് വരുന്നതിനൊരു കാരണമുണ്ട്. കാരണം വിരാട് കോഹ്ലി ഏതാണ്ട് ഒരു 3.5 വർഷത്തോളം 2017 തൊട്ട് 2016 ലാസ്റ്റ് തൊട്ട് 2019 വരെയൊക്കെ നീണ്ടു നിന്നൊരു കാലഘട്ടത്തിൽ ഏകദിനത്തിലെ നമ്പർ 1 ബാറ്ററായിരുന്നു. ആ സമയത്തൊക്കെ വിരാടിൻ്റെ തൊട്ടടുത്ത് പോലും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 3.5 കൊല്ലത്തോളം ഒരു സിംഹാസനം ഇങ്ങനെ കയ്യിലടക്കി പിടിച്ചു നിന്ന ഒരു സമയത്താണ് ബാബർ, ആ സമയത്ത് സിംബാബ്വേർ എന്ന പേരൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ചെറിയ അല്ല അകലുള്ള ടീമിനെതിരെ കൂടിയാണെങ്കിൽ കൂടിയും അദ്ദേഹം ലോക ക്രിക്കറ്റിലെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള നല്ല ഇന്നിങ്സുകളുണ്ട്, ഇംഗ്ലണ്ടിലുള്ള ഇന്നിങ്സുകളുണ്ട്, ഓസ്ട്രേലിയയിലുള്ള സെഞ്ചുറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ആ ഒരു വിടവ് നികത്തി അവസാനം 3.5 കൊല്ലത്തിന് ശേഷം വിരാട് കോഹ്ലിയെ നമ്പർ 1 റാങ്കിങ്ങിൽ നിന്ന് മാറ്റി ബാബർ നമ്പർ 1 റാങ്കിങ്ങിലേക്ക് വന്ന സമയത്താണ് അദ്ദേഹത്തിന് ഒരു കിങ് പദവിയൊക്കെ കൊടുത്തിരിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് നല്ല ഫോമിലായിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ഒരു T20 സെഞ്ചുറിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം പക്ഷേ അതിനുശേഷം ആ സമയത്തുള്ള ശൈലിയും പ്രധാനമാണ്. ആ സമയത്തുള്ള T20 ശൈലി എന്നുള്ളത് ഒരു 170 ശൈലിയാണ്. ബാബർ ഒരു 65 പന്തിൽ സെഞ്ചുറി അടിക്കുന്നു, അല്ലെങ്കിൽ 35 പന്തിൽ 55 റൺസ് അടിക്കുന്നു, ആ ലൈനായിരുന്നു. പക്ഷേ ഇപ്പം 35 പന്തിൽ 70+ റൺസ് അടിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം ആ രീതിയിലേക്ക് അഭിഷേക് ശർമ്മയും മറ്റുമൊക്കെ ചേർന്നുകൊണ്ട് T20യുടെ ഗതി തന്നെ മാറ്റിയൊരു സമയമാണ്. ഒരു 200 റൺസ് പോലും സേഫ് അല്ല എന്ന രീതിയിലേക്ക് T20യിൽ തന്നെ വലിയ പരിണാമങ്ങൾ വന്നിരിക്കുന്ന ഒരു സമയത്ത് ബാബർ പക്ഷേ ആ പഴഞ്ചൻ രീതിയിൽ നിന്നും 170 ഓർ 180+ രീതിയിൽ റൺസ് സ്കോർ ചെയ്താൽ ഒരു സേഫ് സ്കോറാണ് എന്ന് കരുതുന്ന ആ ശൈലിയിൽ നിന്നും മാറിക്കൊണ്ട് T20യും ഒരുപാട് മാറി. പക്ഷേ ബാബർ ആ പഴയ ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിന് അത് മാറാൻ കഴിഞ്ഞു. അദ്ദേഹം വീണ്ടും ടീമിൽ ഇടം പിടിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ബിഗ് ബാഷ് ലീഗിൽ സ്റ്റീവ് സ്മിത്ത് പിന്നെ സിംഗിൾ ഇട്ട് കൊടുക്കാതെ, അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ബോളർമാർ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷേ ബാറ്റർമാർ എന്ന രീതിയിൽ നോക്കുമ്പോൾ പ്രതിഭാ ദാരിദ്ര്യം കൃത്യമായി ഉണ്ട്. വിരാട് കോഹ്ലിയോടൊക്കെ ഒരു കാലത്ത് താരതമ്യം ചെയ്യപ്പെട്ടിരുന്ന ഒരു മനുഷ്യനോട് നീ അവിടെ ഞാൻ സ്ട്രൈക്ക് ചെയ്തോളാം എന്ന് പറയുന്ന സ്റ്റീവ് സ്മിത്ത്, എന്നിട്ട് അവസാനം അദ്ദേഹം ഔട്ടായി മടങ്ങുന്ന സമയത്ത് സ്റ്റീവ് സ്മിത്തിനൊന്ന് നോക്കാതെ ബൗണ്ടറി റോപ്പൊക്കെ അടിച്ച് തെറിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഫോം ഔട്ടായി നിൽക്കുന്ന ആ മനുഷ്യൻ പിന്നെ എനിക്ക് രാജ്യത്തിന് വേണ്ടി കളിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഓസ്ട്രേലിയൻ സീരീസിലേക്ക് വരുന്നത്, ഓസ്ട്രേലിയക്കെതിരെ പരമ്പരയിലേക്ക് വരുന്നത്. കാരണം അവിടെ നാണം കെട്ട് വെക്കാതെ അവർ രാജ്യത്തിന് വേണ്ടി കളിക്കാന്ന് വിചാരിച്ചാൽ അവിടെ എങ്ങനെ ആകെ അവിടെ പാകിസ്ഥാന്റെ മാനം കാത്ത ആരിസ് റൌഫിനെ പിടിച്ചവർ പുറത്തിട്ടേക്കാണ്. എന്നിട്ട് ബാബർ അസമിനെ കൊണ്ടുവരുന്നു. പാകിസ്ഥാനില് ബാറ്റർമാരുടെ പിന്നെ ദാരിദ്ര്യം ഭയങ്കര ഭീകരമായിട്ടുണ്ട്. കാരണം അവരെപ്പോഴും പ്രൊഡ്യൂസ് ചെയ്തത് ലോക പ്രശസ്തരായ ബോളർമാരെയാണ്. പാകിസ്ഥാന്റെ ഈ ബാറ്റർമാരുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് പേര്, ഒരു സൈർ അബ്ബാസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ജാവേദ് മിയാന്താദ് ഉണ്ടാവും, ഒരു ഇൻസമാമുല്ലക്ക് ഉണ്ടാവും, സയ്യിദ് അൻവർ ഉണ്ടാവും, യൂസുഫ് യോഹാന ഉണ്ടാവും, പിന്നെ യൂനിസ് ഖാൻ. അല്ല ഈ 5-6 പേര്, നമുക്ക് അതിലപ്പുറം ആരാ ഉള്ളത്? നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു നാൾ വഴികൾ നോക്കുമ്പോൾ ഒരു സഹീർ അബ്ബാസ്, പിന്നെ ഇത്ര പേരാണുള്ളത്. ഈ ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് എത്തിയവർ പോലും പാകിസ്ഥാനിൽ നിന്ന് വെറും 3 പേരാണ്. ഒന്ന് സഹീർ അബ്ബാസ് എത്തിയിട്ടുണ്ട്, മുഹമ്മദ് യൂസുഫ് എത്തിയിട്ടുണ്ട്, പിന്നെ ബാബർ അസു എത്തിയിട്ടുണ്ട് ഈ ഏകദിന റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത്. വേറെ ആരാ ഉള്ളത്? അവർക്ക് എപ്പോഴും ബോളേഴ്സാണ്. വസീം അക്രം, ഇമ്രാൻ ഖാൻ, പിന്നെ മുഹമ്മദ് ആസിഫ്, ഷോയിബ് അക്തർ, പിന്നെ എത്ര പേര്, മുഹമ്മദ് ആമിർ, പിന്നെ ഇന്നാണെങ്കിൽ ഒരു തീവണ്ടനെ പിടിച്ചിട്ട് പുറത്തിരുത്തിയേക്കാണ് പിടിച്ചിട്ട് 2 ഓവർ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ അസീംഷൊക്കെ പുറത്തായിരുന്നു ഒന്ന്, ഷൈൻഷാക്ക് 2 ഓവർ കൊടുത്തു. അതായത് ബാറ്റർമാരെ കൊണ്ട് അറിയിപ്പിക്കായിരുന്നു തോന്നുന്നുണ്ടാവും. ബാറ്റർമാരുടെ ക്ഷാമമാണ് ശരിക്കും. അവർ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. ബാറ്റർമാർ കളി മുന്നോട്ട് കൊണ്ടുപോകുന്ന ബാറ്റർമാർ അവർക്ക് ഇപ്പം ടീമിലില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ മത്സരത്തിന് ശേഷം പ്രസന്റേഷൻ സെറമണിയിൽ സൂര്യകുമാർ യാദവ് പറയുന്നുണ്ട് ദിസ് വിൻ ഈസ് ഫോർ ഇന്ത്യ എന്ന്. അതിന് ഒരുപാട് തലങ്ങൾ ആ വാചകത്തിലുണ്ട്. പ്രത്യേകിച്ച് എല്ലാവരും വലിയ ആകാംക്ഷയോടെ കാത്തിരുന്നായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ താരങ്ങൾക്ക് കൈ കൊടുക്കുമോ എന്നുള്ളത്. സൂര്യകുമാർ യാദവിനോട് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ചോദിക്കുമ്പോൾ നിങ്ങളൊരു 24 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യും, നന്നായിട്ട് ഉറങ്ങും, ഭക്ഷണം കഴിക്കും എന്നൊക്കെയാണ് സൂര്യകുമാർ പറഞ്ഞത്. അപ്പോഴൊരു ചിലരെങ്കിലും വിശ്വസിക്കുകയാണ് ചിലപ്പോൾ ഇന്ന് കൈ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ സൂര്യകുമാറിനെ തീർത്ത് പറയാമായിരുന്നു. പക്ഷേ ടോസിൻ്റെ സമയത്ത് പതിവ് പോലെ തന്നെ കൈ കൊടുക്കാതെ നിന്ന് മത്സരശേഷം പക്ഷെ അദ്ദേഹം കൂടുതൽ പ്രതികരണങ്ങൾക്ക് മുതിർന്നില്ല. കാരണം ഏഷ്യ കപ്പിനിടെ അദ്ദേഹത്തിനൊരു ICC വലിയ രീതിയിലുള്ളൊരു താക്കീതൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിൽ യുദ്ധവും മറ്റു കാര്യങ്ങളൊന്നും ഇതിനെ ഈ വേദിയിൽ പറയാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ടായിരിക്കണം ദിസ് വിൻ ഈസ് ഫോർ ഇന്ത്യ എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു നിർത്തിയതെന്ന് തോന്നുന്നു. പക്ഷേ സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഹാൻഡ് ഷേക്ക് ഞങ്ങൾ ഇനിയും ഹാൻഡ് ഷേക്ക് ചെയ്യില്ല, കളിയിലേക്ക് അത് അല്ല, അതെല്ലാവരും പറയുന്ന പോലെ അതൊരു മര്യാദയാണ്, അതൊരു കസ്റ്റമാണ്. അത് നമ്മൾ
അല്ല ഇതേ സമയത്ത് രവിശാസ്ത്രിയും വസീം അക്രവും ഈ പറയുന്ന പഴയ Commentary box ൽ അവരാണുള്ളത്. അവർ പരസ്പരം സൗഹൃദം പങ്കിടുന്നുണ്ട്. മിസ് ബൗളക്കിനെ കമന്ററി ബോക്സിൽ നിന്ന് കണ്ടിട്ടുണ്ട്. എത്ര പേരുണ്ട് കമന്ററി ബോക്സിൽ? മിസ് രാജിയും വാസിം അക്രം തന്നെയല്ലേ? വേറൊരു കോമഡി നിങ്ങൾ ശ്രദ്ധിച്ചോ? വലിയ ആവേശത്തോടെ ഇന്ത്യയുടെ വിക്കറ്റുകളൊക്കെ പോയപ്പോൾ വലിയ ആവേശത്തോടെ അവിടെ വേദിയിലൊരാളുണ്ടായിരുന്നു, മോസിൻ നഖ്വി. അദ്ദേഹം മത്സരം തീരുന്നതിന് മുമ്പേ മുങ്ങി, പണ്ട് കപ്പെടുത്ത് മുങ്ങിയ പോലെ മത്സരം തീരുന്നതിന് മുമ്പേ മുങ്ങിയിട്ടുണ്ട്. ഓരോ കോമഡികൾ. അതെ, അങ്ങനെ ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങൾ. പക്ഷെ ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇനി നമ്മൾ ഇനിയിപ്പോ സൂപ്പർ 8 പാകിസ്ഥാൻ ജയിച്ചു വരികയാണെങ്കിൽ സൂപ്പർ 8 സെമിയിലൊക്കെ വീണ്ടും ഒരു മത്സരം നേരിടാനുള്ള സാധ്യത ഉണ്ടാവും. നമ്മൾ ഒരിക്കലും ടാക്ടിക്സിൽ റൈവൽറി, യുദ്ധം, ക്ലാസിക് പോരാട്ടം ഒന്നും ഇനി പറയാൻ പാടില്ലേ. സൂപ്പർ 8 വെസ്റ്റ് ഇൻഡീസ് സൂപ്പർ 8 ആദ്യമായിട്ട് ഈ ടൂർണമെന്റിൽ എത്തിയൊരു ടീമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അത് വെസ്റ്റ് ഇൻഡീസ് ഇന്ത്യയുമായിട്ടുള്ള മത്സരമാണ് ഇനി വരാനിരിക്കുന്നത് ഈ സൂപ്പർ 8 ഇന്ത്യ കൂടി വരുന്ന സമയത്ത്. അപ്പം തീർച്ചയായിട്ടും വെസ്റ്റ് ഇൻഡീസ് ഒരു വെല്ലുവിളി. നമ്മുടെ സാധ്യതാ ലിസ്റ്റിലൊന്നും വെസ്റ്റ് ഇൻഡീസ് ഇതുവരെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇതുവരെയും വെസ്റ്റ് ഇൻഡീസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്രതീക്ഷിതമായിട്ട് അതെ, നിക്കോളാസ് പൂറിന് അടക്കമുള്ള ആൾക്കാരൊക്കെ റിട്ടയർ ചെയ്ത സമയത്ത് അവരെത്രത്തോളം ഒരു ടീമായിട്ട് സിങ്ക് ചെയ്യുന്നൊന്നും നമ്മൾ പറഞ്ഞിരുന്നില്ല. പക്ഷേ വെസ്റ്റ് ഇൻഡീസ് കൃത്യമായിട്ടും കഴിഞ്ഞ 3 മത്സരങ്ങളും ജയിച്ച് ഇംഗ്ലണ്ടിനെതിരെ നല്ല വിജയമായിരുന്നു, നേപ്പാളിനെതിരെ നല്ല വിജയമായിരുന്നു, ഇംഗ്ലണ്ടിനെ വിറപ്പിച്ച നേപ്പാളിനെതിരെ നല്ല വിജയമായിരുന്നു. അപ്പം അവരുടെ ഹെഡ്മയറും ഒരിക്കലും വെസ്റ്റ് ഇൻഡീസിനെ അതെ ഒരിക്കലും തള്ളാൻ കഴിയില്ല. അപ്പൊ അവര് കൃത്യമായിട്ട് അപ്പൊ അത്രത്തോളം അവര് വെസ്റ്റ് ഇൻഡീസ് ഈ ഒരു ടൂർണമെന്റിലേക്ക് നോക്കുമ്പോൾ അവരൊരു ടീമായിട്ട് കൃത്യമായിട്ട് സിങ്ക് ചെയ്തിട്ടുണ്ട്. നല്ല ബോളേഴ്സ് ഉണ്ട്, നല്ല ഓൾറൗണ്ടേഴ്സ് ഉണ്ട്, മുൻ ക്യാപ്റ്റൻ ജേസൺ ഹോൾഡറുടെ സാന്നിധ്യമുണ്ട്. അപ്പം മൊത്തത്തിൽ ഇന്ത്യക്ക് ഒരു വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ളത് സൂപ്പർ 8 വെസ്റ്റ് ഇൻഡീസിനെയും കൂടി നമ്മൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ത്യക്ക് എന്തായാലും കടുപ്പമേറിയ മത്സരങ്ങൾ ഇനി വരാനുണ്ട്. പക്ഷേ ഇത്രയും ഒരു വലിയ രീതിയിൽ സമ്മർദ്ദങ്ങളും മറ്റൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച മത്സരത്തിൽ ഇത്ര അനായാസമായി പാകിസ്ഥാനെ തൂക്കിയ ഇന്ത്യ അനായാസം തന്നെ മുന്നേറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ ടാക്ടിക്സിൻ്റെ പ്രിയ പ്രേക്ഷകരോടായി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, കഴിഞ്ഞ ദിവസം നമ്മൾ ടാക്ടിക്സിൽ പ്രേക്ഷകർക്കും പങ്കെടുക്കാമെന്നുള്ള പറഞ്ഞ രീതിയിൽ കാർഡുകളൊക്കെ നൽകിയിട്ടുണ്ട്. അതിൽ ഒരുപാട് വീഡിയോകൾ നമുക്ക് പ്രേക്ഷകർ അയക്കുന്നുണ്ട്. വീണ്ടും നിങ്ങൾ അയക്കുക. അതിൽ നിന്ന് നമ്മൾ ഓരോരുത്തരെയൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ വിളിച്ച് തുടങ്ങുന്നുണ്ട്. വരും ദിവസങ്ങളിലെ ടാക്ടിക്സുകളിൽ നിങ്ങളിൽ നിന്നുള്ള ഒരാളായിരിക്കും നമ്മുടെ കൂടെ ഈ പാനലിൽ ഉണ്ടാവുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമുക്ക് ഇതുപോലെ ഇരിക്കാം, ഒരുമിച്ച് വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും ടാക്ടിക്സ് അവസാനിക്കുകയാണ്. നമസ്കാരം.